പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-ാം അധ്യായം 43-ാം തിരുവചനമാണ് ഇന്ന് നാം വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. യേശു അവനോട് അരുളി ചെയ്തു, സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിൽ ആയിരിക്കും. നമുക്കെല്ലാവർക്കും അത്ഭുതം തോന്നുന്നതും എന്നാൽ ആശ്വാസവും പ്രതീക്ഷയും നൽകുന്ന ഒരു തിരുവചനമാണിത്. കള്ളൻ എങ്ങനെ പറുദീസ അവകാശമാക്കി? കള്ളൻ കട്ടുകെട്ട് അവസാനം പറുദീസായും കട്ടെടുത്തു എന്ന് നമുക്ക് ബോധ്യമാകും. അനുതപിക്കുന്ന പാപിക്ക് സ്വർഗത്തിൽ വളരെയേറെ സ്വീകാര്യതയുണ്ട്. അതുകൊണ്ടാണ് കള്ളനായിട്ട് പോലും അവന് സ്വർഗരാജ്യം ലഭിച്ചത്. നാം എത്ര പാപം ചെയ്താലും ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയാലും അനുതപിച്ച് ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ ദൈവം നമ്മെ സ്വീകരിക്കും എന്നുള്ളതിന് തെളിവാണ് ആ നല്ല കള്ളന് കിട്ടിയ പറുദീസ. പ്രത്യാശ നമുക്ക് ലഭിക്കുന്നത് അതിൽ നിന്നാണ്. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും നാം അറിയുമ്പോൾ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാനുള്ള പ്രചോദനം നമുക്കുണ്ടാകും. നല്ല കള്ളന് അവനെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ യേശുവേ, നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ എന്നപേക്ഷിച്ചത്. അതിനുള്ള മറുപടിയാണ് യേശു പറഞ്ഞത്, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസായിലായിരിക്കുമെന്ന്. അത് യേശുവിൻ്റെ വാഗ്ദാനമായിരുന്നു. നല്ല കള്ളൻ്റെ സഹന സമയത്ത് അവൻ്റെ തെറ്റുകളെക്കുറിച്ച് അവൻ പശ്ചാത്തപിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയുമാണ് ചെയ്തത്. യേശുവിലേക്ക് നോക്കി പ്രത്യാശയോടെ പ്രാർത്ഥിക്കുകയാണ് അവൻ ചെയ്തത്. അപ്പോൾ അവൻ കർത്താവിൻ്റെ കരുണയ്ക്കായി അപേക്ഷിച്ചപ്പോൾ കരുണ അവന് ലഭിച്ചു. യേശുവിൻ്റെ കരുണ ചൊരിഞ്ഞതാണ് അവനെ പറുദീസായിലേക്ക് ഉയർത്തിയത്. എന്നാൽ മറ്റേ കള്ളൻ സഹനത്തെ ശപിച്ച് യേശുവിനെ തള്ളിപ്പറഞ്ഞ് നിരാശയിൽ മുഴുകി മരണത്തിന് കീഴടങ്ങി. അവൻ നരകത്തിന് അർഹനായിത്തീരുകയും ചെയ്തു. നമ്മുടെ ജീവിതത്തിലും പല വിധത്തിലുള്ള തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടാകാം. അനുതാപത്തോടെ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് തിരിയുമ്പോൾ പാപികളെ തേടി വന്ന യേശു നമുക്ക് ഓരോരുത്തർക്കും നിത്യജീവൻ പ്രദാനം ചെയ്യും. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.